കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. വവ്വാക്കാവിൽ മറ്റൊരാൾക്ക് നേരെയും ആക്രമണം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ നവംബറിൽ മറ്റൊരു ഗുണ്ടാ നേതാവിനെ ആക്രമിച്ച കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു. കൂടാതെ വവ്വാക്കാവ്, കായംകുളം എന്നിവിടങ്ങളിൽ 2 പേർക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് ജിം സന്തോഷിനെ ആക്രമിച്ചത്. വീടിന് നേരെ പടക്കമെറിഞ്ഞ് കതക് തകർത്ത ശേഷമാണ് ഗുണ്ടാ സംഘം അകത്ത് കടന്നത്. സന്തോഷിന്റെ കാലിൽ ചുറ്റിക ഉപയോഗിച്ച് അടിച്ച ശേഷമായിരുന്നു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ മറ്റൊരു ഗുണ്ടാ നേതാവിനെ ആക്രമിച്ച കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു. പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം നടന്നത്. വവ്വാക്കാവിൽ അനീർ എന്നയാൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അനീറും കേസിലെ പ്രതിയാണ്. സന്തോഷിനെ വെട്ടിയതിനു ശേഷമാണ് അനീറിനെതിരായ ആക്രമണം നടന്നിരിക്കുന്നത്. രണ്ടും ഒരു കൂട്ടർ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെയും വാതിൽ കുത്തിപ്പൊളിച്ചാണ് അക്രമി സംഘം വീട്ടിലേക്ക് കയറിയത്. 2014 പങ്കജ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് സന്തോഷും അനീറും. ഈ ആക്രമണവുമായി കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീട്ടിൽ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. കറണ്ട് ഓഫ് ചെയ്ത ശേഷം വീടിന് നേരെ തോട്ടയെറിഞ്ഞ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് കതക് തകർത്ത് അകത്ത് കയറിയ ശേഷമായിരുന്നു ആക്രമണം. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി.